കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ സംശയമാണ് സ്റ്റുഡന്റ് വിസയിൽ പോയാൽ കാനഡ PR കിട്ടുമോ എന്നത്. ഒരു കാലത്ത് സ്റ്റുഡന്റ് വിസയിൽ പോകുന്നതായിരുന്നു PR കിട്ടുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. പക്ഷേ ഇപ്പോൾ 2026 കാര്യങ്ങളൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. സ്റ്റുഡന്റ് പെർമിറ്റുകളിൽ ഏകദേശം 50% കുറവാണ് കാനഡ ഗവൺമെന്റ് വരുത്തിയിരിക്കുന്നത്. കാനഡയിൽ ഇപ്പോഴുള്ള അക്കോമഡേഷനിലും ഇൻഫ്രാസ്ട്രക്ചറിലും ഒക്കെയുള്ള പ്രതിസന്ധിയാണ് ഇതിന് പ്രധാന കാരണം. സോ ഇമിഗ്രേഷൻ പോളിസിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് ഏതെങ്കിലും ഒരു ഡിപ്ലോമ എടുത്താൽ PR കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇൻലാൻഡ് കാൻഡിഡേറ്റ്സിനെയാണ് അവർ നോക്കുന്നത്. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൽ ഉള്ള കാൻഡിഡേറ്റ്സിനാണ് ഇപ്പോൾ പ്രിഫറൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഡയറക്റ്റ് PR തന്നെയാണ്. ലക്ഷങ്ങൾ ട്യൂഷൻ ഫീസും നിങ്ങൾക്ക് ലാഭിക്കാം. നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ PR ലഭിച്ചിട്ടാണ് കാനഡയിലേക്ക് ചെല്ലുന്നതെങ്കിൽ അവിടെ ജോലി കിട്ടുവാനും എളുപ്പമാണ്. ഹെൽത്ത് സെക്ടർ, ട്രേഡ്, STEM കാറ്റഗറിയിലുള്ളവർക്ക് കാനഡയിൽ ഒരുപാട് ജോലി സാധ്യതയുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിനോടൊപ്പം തന്നെ ഫ്രഞ്ച് ലാംഗ്വേജ് കൂടെ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് CRS പോയിന്റ് കൂട്ടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് കാനഡയിലേക്ക് പോകുന്നതിന് മുൻപ് കൃത്യമായി പ്ലാൻ ചെയ്യുക. നിങ്ങൾക്കും നിങ്ങളുടെ കരിയറിനും അനുയോജ്യമായ വഴി ഏതാണെന്ന് തിരിച്ചറിയുക. കാനഡ ഇമിഗ്രേഷനെ പറ്റി കൂടുതൽ അറിയാൻ യു ക്യാൻ കോൺടാക്ട് ജെംസ് എബ്രോഡ്.